നേരത്തെ ഉണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം ഒന്ന് പോകാമെന്ന് തോന്നുന്നു. ദീപക് ധർമ്മടമാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ദീപക്, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അപകടമുണ്ടായത് കുറച്ചു പേർക്ക് മാത്രം പരുക്കേറ്റു എന്നുള്ളതും ഒരാളുടെ നില ഗുരുതരമാണെന്നതും നമുക്ക് കുറച്ച് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും അപകടത്തിന്റെ ഒരു ഗ്രാവിറ്റി അത് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്നു. ദീപക്. അതെ സ്മിത, വളരെ കൃത്യമാണ്. ഈ അപകടത്തിന്റെ ഒരു CCTV ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് അത് എത്രമാത്രം ആഘാതമുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ബസ് വേഗത്തിലാണ് കടന്നു നീങ്ങുന്നത്. ഈ മാവൂർ റോഡ് അരയടത്തു പാലം മേഖല സാധാരണഗതിയിൽ തിരക്കുള്ള മേഖലയാണ്, വാഹന ഗതാഗത കുരുക്കുണ്ടാകുന്ന ഭാഗമാണ്. പക്ഷെ അവിടെ വളരെ ചടുലമായി വാഹനം നീങ്ങുന്നു, അതിവേഗം നീങ്ങുന്നു. രണ്ടാമത്തത്, ഈ വാഹനം മറയുന്നത് സമയത്ത് അവിടെയുള്ള മതിൽക്കെട്ട് ഉൾപ്പെടെ തകർന്ന് തെറിച്ചു വീഴുന്നു. അതുപോലെ തന്നെ ബസിന്റെ ചില ഭാഗങ്ങൾ തെറിച്ചു വീഴുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. അതായത് ഈ ദൃശ്യങ്ങൾ തന്നെ കാണിക്കുന്നത് അപകടം വേഗതയുണ്ട് എന്നുള്ളത് ഉറപ്പ്. രണ്ടാമത്തെ കാര്യം, ഈ അപകടത്തിന്റെ ഒരു ആഘാതം ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നതുമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അതീവ ഗുരുതരമായി ഒരാൾ കിടക്കുന്നു. ബാക്കിയുള്ളവരുടെ എല്ലാം പരിക്കുകൾ നിസ്സാരമാണ്. ഈ തത്സമയ ദൃശ്യങ്ങൾ, അതായത് ക്ഷമിക്കണം, ഈ CCTV ദൃശ്യങ്ങൾ ഈ അപകടം ഒരുപക്ഷെ വിളിച്ചു വരുത്തിയതാണ് എന്ന് പറയാവുന്ന രീതിയിലുള്ളതാണ്. കാരണം ഒന്ന്, വേഗത്തിലൂടെ നീങ്ങുന്നു. ആ വേഗത്തിൽ നീങ്ങുന്ന ഈ ബസിന്റെ ടയർ പരിശോധിച്ചാൽ നമുക്കറിയാം തേഞ്ഞു തീരാറായ ടയറാണ്. ഒരുപക്ഷെ ബ്രേക്ക് ചെയ്താൽ പോലും ചവിട്ടിയാൽ കിട്ടാത്ത വിധത്തിൽ തേഞ്ഞു തീർന്ന ടയറാണെന്നുള്ള നമ്മൾ നേരത്തെ കണ്ടതാണ്. ഏതായാലും ഈ CCTV ദൃശ്യം ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യം തന്നെയാണ് സ്മിത. ശരി, ദീപക് ധർമ്മടമാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ആ CCTV ദൃശ്യം അത് കാണുമ്പോൾ നമുക്കറിയാം എത്ര വേഗത്തിലാണ് ആ ബസ് വന്നിരുന്നതെന്നും ഇനി ബസ്സിന്റെ അമിത വേഗം ഉണ്ടായിരുന്നോ എന്നുള്ള വിഷയമൊക്കെ തന്നെ. ഇത്രയും വലിയ അപകടം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അക്കാര്യമെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത്തരം വിവരങ്ങളെല്ലാം വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ദീപക് റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് ഒരാളുടെ ആരോഗ്യനിലയിലാണ് അല്പം ഗൗരവമേറിയ, കുറച്ച് ഗുരുതരമായിട്ടുള്ളത്. അത് ഏത് രീതിയിലാണ് ആരോഗ്യനില അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ആരാണ് പരിക്ക് പറ്റിയത്, ഈ വിവരങ്ങളെല്ലാം നമുക്ക് ഇനി ലഭിക്കേണ്ടിയിരിക്കുന്നു. 2 ആശുപത്രികളിലായിട്ടാണ് പരുക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ, മറ്റ് 10 പേരെ, 20 പേരെ ബേബി മെമ്മോറിയലിലും 10 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ ആ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ എത്തിക്കുന്നത്. അവിടെ നിൽക്കുന്ന യുവാക്കളൊക്കെ ഭയന്ന് ഓടുന്നത്, ഭയചകിതരായി ഓടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആ മതിൽ ഇടിച്ചാണ് ബസ് ഇങ്ങോട്ടേക്ക് വീണത്. തകിടം മറിയുകയായിരുന്നു ആ ബസ്സിന്റെ ഒരു ഭാഗം വന്ന് ആ മതിൽ തകരുന്നത്, മതിലിലേക്ക് ഇടിച്ച് വീഴുന്നതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുശേഷം ബസ് മറിഞ്ഞ് കിടക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. ഒപ്പം തന്നെ ബസ്സിന്റെ ഒരു ഭാഗം ഒരു യുവാവിന്റെ ദേഹത്ത് തട്ടുന്നു. ആ യുവാവും മറിഞ്ഞു വീഴുന്നുണ്ട്. ആ ദൃശ്യങ്ങളും നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്.